മുഖ്യമന്ത്രിയുടെ പോലും യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവർ എംഎൽഎക്ക് പിന്നിൽ വൻ മാഫിയകളാണ്. അൻവറിന് രക്ഷാകവചമൊരുക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളും മതമൗലികവാദികളുമാണ്. പി വി അൻവറിന് ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ വൻ സ്വർണ്ണഖനന കമ്പനിയുണ്ടെന്നും വിവരമുണ്ട്. പോലീസിനെതിരെ പോരാടുന്നത് സ്വർണ്ണക്കടത്ത് തടയിടുന്നതിനാണെന്നും സൂചനയുണ്ട്. ജനം ബ്രേക്കിംഗ്. എതിരാളികൾ പോലും ഭയക്കുന്ന പിണറായി വിജയനെ പോലും കൂസാതെ യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവറിന് പിന്നിൽ വൻ സംഘങ്ങൾ. മതഭീകരവാദികളോടൊപ്പം സ്വർണ്ണക്കടത്ത് സംഘങ്ങളും അൻവറിന് കൂട്ടായുണ്ട്. പി വി അൻവറിന്റെ ലക്ഷ്യം മതമൗലികവാദത്തിന് അടിത്തറയിടുക എന്നതാണ്. മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചതിന് പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നല്ല. ഇതിനായി വൻതോതിൽ ഫണ്ട് കേരളത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. സ്വർണ്ണക്കടത്തുകാരുടെ ഹബ്ബാണ് കേരളത്തിലെ കരിപ്പൂർ വിമാനത്താവളം. ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ പി വി അൻവറിനെ സ്വർണ്ണഖനനം നടത്തുന്നതിന്റെ കമ്പനി തന്നെയുണ്ട്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ പോലും ആഫ്രിക്കയിലെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. കരിപ്പൂർ വിമാനത്താവളം വഴി വ്യാപകമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുമ്പോൾ ഒരു പരിധിവരെ തടയിടാൻ പോലീസിന്റെ സ്വർണ്ണവേട്ടയ്ക്ക് കഴിഞ്ഞിരുന്നു. 3 വർഷത്തിനിടെ 100 കിലോയോളം സ്വർണമാണ് പോലീസ് ഇവിടെ നിന്നും പിടികൂടിയത്. ഇത് വിദേശത്ത് സ്വർണ്ണ കച്ചവടക്കാരനായ അൻവറിന് ചെറുതല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതോടെ പോലീസിനെതിരെ രംഗത്ത് വന്നു. രാഷ്ട്രീയ പിന്തുണ ലഭിക്കാൻ തന്ത്രപരമായി പോലീസുകാർക്ക് RSS ബന്ധവും ചാർത്തി. എന്നാൽ അൻവറിന്റെ വാദങ്ങൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു. സ്വർണ്ണക്കടത്ത് പിടികൂടാൻ കരിപ്പൂരിൽ കർശന നടപടികൾ തുടരുമെന്നും പിണറായി വ്യക്തമാക്കിയത് അൻവറിന് വലിയ തിരിച്ചടിയായി. മതമൗലികവാദത്തോട് അടുപ്പമുള്ള അൻവറിനെ ചേർത്തുപിടിക്കാൻ സമസ്തയടക്കം രംഗത്ത് വന്നു. മുഖപത്രത്തിൽ അൻവറിനായി അനുകൂല എഡിറ്റോറിയൽ പോലും പ്രസിദ്ധീകരിച്ചത് അൻവറിന്റെ ഇത്തരം താൽപര്യങ്ങൾ തിരിച്ചറിഞ്ഞാണ്. അൻവറിന്റെ ഓരോ നീക്കങ്ങളിലും ഇടപെടലുകളിലും കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.